വെൽക്കം ടു ഫിനാൻഷ്യൽ ഫ്രീഡം. സാമ്പത്തിക സ്വാതന്ത്ര്യം നമുക്കിത് എന്തെല്ലാം നൽകും? അപ്പോൾ അതിനകത്ത് നമുക്ക് പേഴ്സണലി, പ്രൊഫഷണലി നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ഇന്ന് നമ്മൾ ചെയ്തു വെച്ചതുകൊണ്ട് 99 വയസ്സ് വരെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഇന്നത്തെ പ്രൗഢമായ രീതിയിൽ നമുക്ക് അന്ന് വരെ ജീവിക്കാൻ കഴിയുമോ? നമ്മുടെ സ്റ്റാൻഡേർഡ് ഒട്ടും കുറയാത്ത രീതിയിൽ നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം നമുക്ക് തരുന്നത് എന്തെല്ലാം എന്ന് വെച്ചാൽ പീസ് ഓഫ് മൈൻഡ്, പിന്നെ ഹെൽത്ത് കെയർ ആക്സസ്, അതേപോലെ തന്നെ ട്രാവൽ ഓപ്പർച്യൂണിറ്റീസ്, ലോകത്ത് എവിടെയും പോകാനായിട്ട്, സ്വന്തക്കാരെടുത്ത് എവിടെയും പോകാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ഇപ്പം അങ്ങനെയാണ് 35 വയസ്സിലോ 45 വയസ്സിലോ 55 വയസ്സിലോ നമ്മൾ ഫൈനാൻഷ്യൽ ഫ്രീഡം എടുക്കാനായിട്ട് പറ്റി. നമുക്ക് 65 വയസ്സിൽ നമ്മൾ റിട്ടയർ ചെയ്യുന്നു എന്ന് വെക്കുക, എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കുന്നു. 65 മുതൽ 75 വയസ്സ് വരെ നമ്മൾ ഫ്രീഡം എന്നാലും ഉണ്ട്, നമുക്ക് മൂവിയൊക്കെ ചെയ്യാം. ഈ 75 മുതൽ 85 വയസ്സ് വരെ മിക്കവാറും അസിസ്റ്റഡ് ലീവിങ്ങിലാണ് കൂടുതൽ ആൾക്കാരും, ഭൂരിപക്ഷവും, മെജോറിറ്റി. അപ്പം നമ്മളെങ്ങനെയായിരിക്കും അന്നത്തേക്കുള്ള നമുക്ക് ഇന്നത്തെ പ്രൗഢമായ രീതിയിൽ അന്നും ജീവിക്കാനുള്ള നമ്മൾ കരുതൽ വെച്ചിട്ടുണ്ടോ? അതിനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ടോ? ഇനി ഈ 85 മുതൽ 95 വയസ്സ് വരെ, കാരണം ലോഞ്ചിവിറ്റി വലുതായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ആൾക്കാർ മരിക്കുന്നില്ല. ഇപ്പം നമ്മൾ മരണ കോളംസ് നോക്കിയാൽ തന്നെ എല്ലാം 85-ന് ശേഷമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കോവിഡ് കാലത്തെ ഉള്ള മരുന്ന് കണ്ടുപിടുത്തങ്ങളും പിന്നെ മുന്നോട്ടുള്ള പഠനങ്ങളും ഒക്കെ കാരണം ലോഞ്ചിവിറ്റി നന്നായിട്ട് കൂടുന്നു. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഫിനാൻഷ്യൽ ഫ്രീഡം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വീട്, ഇല്ല ഇഷ്ടപ്പെട്ട വീട്ടിൽ വേണ്ടുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ്, സപ്പോർട്ടിങ് ഫാമിലി. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ചാരിറ്റി ഒക്കെ കൊടുക്കാനായിട്ട് പണ്ട് മുതൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ലീഷർ ആക്ടിവിറ്റീസ്, പിന്നെ എൻഹാൻസ്ഡ് ലൈഫ് സ്റ്റൈല്. കാരണം നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും കഴിക്കാനും നോക്കാനൊന്നും നേരം കിട്ടുന്നില്ല. പക്ഷേ എപ്പോഴും നമുക്ക് എൻജോയ് ചെയ്യാൻ കിട്ടുന്നത് ഈ കാലഘട്ടത്തിന് ശേഷമായിരിക്കും. അപ്പോൾ നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടോ? പിന്നെ ഫ്രീഡം ഫ്രം ഡെറ്റ്, നമുക്ക് ഒരു പൈസ പോലും പിന്നീട് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ആകാനുള്ള സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ടോ? സോഷ്യൽ എൻഗേജ്മെൻറ്റിന് ആവശ്യമായ പണം നമുക്കുണ്ടോ? എസ്റ്റേറ്റ് പ്ലാനിങ്, അബ്സല്യൂട്ട് സെക്യൂരിറ്റി ഡ്യൂറിങ് റിട്ടയർമെൻറ്റ്, ലെഗസി ബിൽഡിംഗ്, നമ്മളെ ആശ്രയിക്കുന്ന ആൾക്കാർക്കുള്ള പൂർണ്ണമായിട്ടുള്ള എഡ്യൂക്കേഷനും അവർക്ക് സ്റ്റാർട്ടപ്പായിട്ട് എന്തെങ്കിലും കൊടുക്കാനായിട്ട് എല്ലാ ഓപ്പർച്യൂണിറ്റിയും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതെല്ലാം പറഞ്ഞ് ഞാൻ വരുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് മനസ്സിലേക്ക് പോകേണ്ട ഒരു കാര്യമുണ്ട്. ഞാനീ പറഞ്ഞ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് വേണ്ടി കരുതി വെച്ചിരുന്ന ആൾക്കാരെ താഴെ പറയാൻ പോകുന്ന ആൾക്കാർ, ഞാൻ ഈ പേരിൽ പറയുന്ന ആൾക്കാർ മാത്രമല്ല, ന്യൂസിൽ വരാത്ത അനേകം ആൾക്കാരുണ്ട്. ഇപ്പം നരേഷ് ഗോയൽ, ജെറ്റ് എയർവേസിന് നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്. ഒരു ദിവസം മുന്നോട്ട് വിടാൻ പോലും അദ്ദേഹത്തിന് അതിനുള്ള പൈസ ഇല്ലാത്ത രീതിയിലായിരിക്കുന്നത്. 85,000 കോടി അസറ്റ് ഉണ്ടായിരുന്ന ആളാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരാളെ എടുത്തു നോക്കാം, വിജയപത് സിൻഹാനിയ, നമ്മുടെ റെയ്മണ്ടിൻ്റെ, അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് തന്നെ നോക്കി എന്തൊരു തേജസ്സുള്ള മനുഷ്യനായിരുന്നു. റെയ്മണ്ട് പോലൊരു വലിയ സംഭവം ലോകത്തുണ്ടാക്കിയെടുത്തു. പക്ഷേ അദ്ദേഹത്തിന് ഇന്ന് വാടക വീട്ടിലേക്ക് മാറേണ്ട അത്യാവശ്യം ഉണ്ടായിരിക്കുന്നു, ഗതികേട് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ എത്രയോ ബ്രാൻഡുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യയിലുള്ളത് ഒരുപാടുണ്ട്. ഞാൻ വളരെ കുറച്ച് പറയാം. ഷെവർലെ എവിടെ പോയി? ബിസ്ലേരി എവിടെ പോയി? ടാക്സി ഫോർ ഷുവർ വലിയ രീതി വന്നതാണ്. കൊഡാക്ക്, ഒണീഡ, നൊക്കിയ എവിടെ പോയി? അതുപോലെ തന്നെ ഇന്നത്തെ നമ്മൾ ബിസിനസ് നോക്കുമ്പോഴത്തേക്കും ഈ സുബ്രാത് റോയ് ഇന്നെവിടെയാണ്? ഇന്നത്തെ അവസ്ഥ എന്തുമാത്രം പണം ഉണ്ടായിരുന്നു. വിജയമല്യ നമുക്കെല്ലാം അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഈ രാമലിംഗ രാജു, സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ, ഇന്ന് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ്? നീരവ് മോദി നമുക്കറിയാം, ഇപ്പോൾ ഡയമണ്ട് കളിച്ചുകൊണ്ടിരുന്ന. പിന്നെ ജിഗ്ജാഷ് സിംഗ് ഫിനാൻഷ്യൽ വേൾഡിൽ വലിയ ടെക്നോളജിയിൽ നിന്നാണ്. പിന്നെ ധീരജ് സിൻഹായ്, ഭൂഷൺ സ്റ്റീലിൻ്റെ ഇപ്പോൾ എന്നായി അവസ്ഥ. അതുപോലെ തന്നെ ദീപീന്ദർ ഗോയൽ, സൊമാറ്റോ നമുക്കറിയാം വലിയ രീതിയിൽ, വളരെ വളരെ വലിയ രീതിയിൽ വന്നുകൊണ്ടിരുന്നതാണ്. പിന്നെ കേട്ടൻ പരേക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഏതെല്ലാം വിധത്തിലാടിയതാണ്. ബൈജു രവീന്ദ്രൻ നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ പിന്നെയുണ്ട് സിദ്ധാർത്ഥ്, കഫേ കോഫി ഡേയുടെ, മാളവികത അദ്ദേഹത്തിൻ്റെ മരണശേഷം വന്ന അതിനെ വിജയിപ്പിച്ചെങ്കിലും, UAE എക്സ്ചേഞ്ചിൻ്റെ ഷെട്ടി, അല്ലെങ്കിൽ അറ്റ്ലസ് രാമേന്ദ്രൻ. ഇതുപോലെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഒരുപാട് ഇതുണ്ട്. ഞാനപ്പോൾ ഇതിനെ മൊത്തത്തിലെടുത്തൊരു ഏതാണ്ടൊരു 10 ഇയേഴ്സോളം റിസർച്ചിൻ്റെ
ഫലമാണ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് പോസ്റ്റ് ഡോക്ടറൽ സ്റ്റഡീസൊക്കെ ചെയ്തിട്ടുള്ള ഞാനും ഒരു ടീമും ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടാണ് ഈ മുകളിൽ പറഞ്ഞ ആൾക്കാർക്ക് സംഭവിച്ചതൊന്നും നമുക്ക് സംഭവിക്കരുത്, നമുക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഈ കോഴ്സിനകത്ത് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഫൈനാൻഷ്യൽ ഫ്രീഡം. ആ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിനകത്ത് 2 പാർട്ടായിട്ടാണ് അതിനെ തിരിച്ചേക്കുന്നത്. 2 പാർട്ടിലെ ഒരു പാർട്ട് ബൂസ്റ്റ്. ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് വളരെ സ്പീഡിൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു 44 മെത്തേഡ്സാണ് അതിനകത്ത് പഠിപ്പിക്കുന്നത്. അപ്പോൾ അപ്പോൾ അത് ഞാൻ പല സ്ഥലത്തും ക്ലാസ് എടുക്കുന്നതല്ലാതെ ഇനി മുഴുവനും കേൾക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ പോലും അതിൻ്റെ ലേണിംഗ് ചെയ്തിട്ടുണ്ട്. ലേണിങ്ങിനകത്തോടെ നമ്മൾ സൗകര്യമായിട്ട് മൊബൈലിലും വീട്ടിലും ഒക്കെ ആയിട്ട് നമുക്കത് അറ്റൻഡ് ചെയ്യാം. കോഴ്സ് ബൈ ചെയ്താൽ മാത്രം മതി. 18 അവേഴ്സ് കോഴ്സ് വരും അത്. അപ്പോൾ 18 അവേഴ്സ് കൊണ്ട് നമ്മൾ 44 മെത്തേഡ് നമ്മുടെ ബിസിനസ് പെട്ടെന്ന് വിജയിപ്പിക്കാൻ പറ്റിയ മെത്തേഡുകൾ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ അത് ഒത്തിരി പ്രൂവൺ ചെയ്തിട്ടുള്ള വെൽ റിസർച്ച്ഡ് ആയിട്ടുള്ളതാണ്. ഇനി അതുകൂടാതെ ഇപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് തുടങ്ങി വിജയിപ്പിച്ചു, അത് കഴിഞ്ഞ് ഒരു സിസ്റ്റം ഉണ്ടാക്കി കൊടുത്താൽ നമ്മൾ ആ വഴിക്ക് പോയില്ലെങ്കിലും 10-40 വർഷത്തേക്ക് നമുക്ക് റെഗുലറായിട്ട് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കാവുന്ന ബിസിനസ്. അപ്പോൾ ഒരുപാട് ബിസിനസ് എടുത്ത് അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നാണ് ഞാൻ 24 ബിസിനസ്സുകൾ അതിനകത്ത് എടുത്തേക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള ആ സ്റ്റഡീസ് നമുക്ക് 12 മണിക്കൂർ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന, അപ്പോൾ രണ്ടും കൂടെ വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 30 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. അത് ഓൺലൈനിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാം. പക്ഷേ അതിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്ന ആളോ അത് നടത്തിപ്പുകാരനോ ഒന്നുമല്ല. ഞാൻ കൊടുക്കുന്നത് ഒരു ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷനാണ്. ഞാൻ പണ്ട് തന്നെ MBA ചെയ്തിട്ടുണ്ട്. 64 രാജ്യങ്ങളിൽ പോയി അവിടുത്തെ സാമ്പത്തിക ബിസിനസ് എല്ലാം പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ട്രെയിനിങ്സ് എടുത്തിട്ടുണ്ട്. 44 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ നല്ലതുപോലെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അവരുടെ ബിസിനസ്സിനെ വളർത്താൻ പറ്റുന്ന പല ബിസിനസ്സും നല്ല തളർച്ചയിൽ നിൽക്കുന്നുണ്ട്, പെട്ടെന്ന് വളർത്താൻ പറ്റുന്ന ഒരു 44 മെത്തേഡ്സ്. അതാണ് രണ്ടാമത് വരുന്ന ഭാഗം. ബിസിനസ് നടത്തി ഒരു ലെവലിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ഇല്ലെങ്കിലും 10-40 വർഷത്തേക്ക് നമുക്ക് പല ബിസിനസ്സും അങ്ങനെ പറ്റത്തില്ല. അതിന് ചെയ്യേണ്ട ഏതൊക്കെ ബിസിനസ്സാണ് അതിലേട്ടും കൂടി നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അപ്പോൾ അത് കുറച്ച് പേര് കൂടിയിട്ട് ചെയ്യേണ്ടതാണ്. ഒരു നിയമത്തിൻ്റെ ട്രസ്റ്റ് പോലുള്ള സംവിധാനങ്ങളും കമ്പനി ലോസും എല്ലാം കൂടെ കൂടിയിട്ട് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ മുകേഷ് അംബാനിക്കൊരു കാശ് കൊടുത്തു, അത് കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ കിട്ടുമെന്ന്. അതല്ലെങ്കിൽ നമ്മൾ സമാനമായി ടാറ്റായ്ക്ക് കൊടുത്തു. അപ്പോൾ ഇവരാരും നാളെ ഇല്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പ് വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഇത് യാതൊരു വിധത്തിലും ഫെയിലാകാൻ പാടില്ലാത്ത രീതിയിൽ ഈ എല്ലാ റിസ്കുകളും കവർ ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയാണ് ഞാൻ ഇതിനകത്ത് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഈ 2 ഭാഗം, ഒന്ന് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിനകത്ത് തന്നെ ബിസിനസ് ബൂസ്റ്റ് ചെയ്യാനായിട്ടും, രണ്ടാമത്തെ ഭാഗം പാസീവ് ഇൻകം. ഞാൻ ഈ ഒരു 2 പ്രോഗ്രാമിൻ്റെയും ലേണിംഗ് പൂർണ്ണമാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പം ഒരു നിമിഷം പോലും കളയാതെ ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് ഇതുമായിട്ട് ലൈഫ് ലൈൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അധികം നിങ്ങൾക്ക് പൈസ കൊടുത്ത് അപ്പം തന്നെ വാങ്ങിക്കാം. ചിലപ്പം ആഴ്ചകളെടുക്കും, കാരണം ഈ 30 മണിക്കൂർ നമുക്ക് ബിസിനസ് ഉള്ളവർക്ക്. പക്ഷേ രാവിലെയോ നടക്കാൻ പോകുമ്പോഴോ മറ്റ് എക്സസൈസിൻ്റെ കൂടെയോ ഇല്ലെങ്കിൽ നമുക്ക് ട്രെഡ്മില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ആയിട്ട് നമുക്കത് കംപ്ലീറ്റ് ഇത് ചെയ്യാം. റിപ്പീറ്റ് ചെയ്ത് ഹാർഡ് കോർ ആയിട്ടുള്ള ബിസിനസ് വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങളും, തുടങ്ങിയ ബിസിനസ് കുറേ കാലം നടത്തിയതിന് ശേഷം 10-40 വർഷത്തേക്ക് നമ്മൾ അതിൽ പോയില്ലെങ്കിൽ പോലും റെഗുലറായിട്ട് നമുക്ക് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുക, അതായത് പാസീവ് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്ന മെത്തേഡാണ്. ഇതിന് ശേഷം ഇത് നിങ്ങൾ എടുത്തതിന് ശേഷം ഞാനുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടാകും. കാരണം നിങ്ങൾ ഉൾപ്പെടെ ഒരു ടീം ചേർന്നിട്ട് ഒരിക്കലും അഴിവില്ലാത്ത രീതിയിൽ വേണം ഇത്. കേരളത്തിൽ നമുക്ക് തുടങ്ങാം, കേരളത്തിന് പുറത്ത് തുടങ്ങാം, ഗൾഫ് മേഖലയിൽ തുടങ്ങാം. ഞാൻ അതിനുള്ളൊരു എഡ്യൂക്കേഷനും സാധ്യതയാണ്. ഈ വിഷയം മുഴുവൻ നിങ്ങൾ പഠിച്ചിരിക്കുകയാണെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് വ്യക്തമായി ഒരു IIM പഠിപ്പിക്കുന്ന ആ രീതിയിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരുവാണ്. അത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രം മതി. പക്ഷേ നിങ്ങൾ തന്നെ ആയിരിക്കും അതിൻ്റെ അവകാശികൾ. എങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഞാൻ നേരിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സംസാരിക്കാനായിട്ട് വരുന്നത് GCC റീജിയനിലേക്ക് വരുമ്പം സൗദി അറേബ്യയിൽ തന്നെ 3 പ്രോഗ്രാം വെക്കുന്നുണ്ട്. ജദ്ദയിലുണ്ട്, റിയാദിലുണ്ട്, ദമാമിലുണ്ട്. അപ്പോൾ ഇത് തുടങ്ങുന്നതെല്ലാം വൈകിട്ട് 7 മണിക്ക് വെച്ചതിന് ശേഷം ടിക്കറ്റഡ് പ്രോഗ്രാമാണ്, പക്ഷേ അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. 11 മണി വരെ അത് സംസാരിക്കുക വിത്ത് ഡിന്നറോട് കൂടി.
അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് നടത്തിയെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളിൽ ഇതേ മേഖലയിൽ താല്പര്യമുള്ള ആൾക്കാരെ നിങ്ങളെ ഒന്നിപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് തരിക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ പ്ലാൻ അനുസരിച്ച് പതിയെ അത് തുടങ്ങാനുള്ള സംവിധാനങ്ങൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, എനിക്കത് ഈസി ആയിട്ട് പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഏതെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഇവൻ്റ് മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്താൽ അവർ വഴി നമുക്ക് ക്രൗൺ പ്ലാസ പോലുള്ള ഹോട്ടലിലൊക്കെ ഇത് വെച്ചിട്ട് നമ്മുടെ മലയാളത്തിൽ പ്രോഗ്രാം വേണ്ട ആൾക്കാർക്ക് മലയാളികൾ ഒന്നിച്ച് കണ്ട് വൈകിട്ട് 7 മണി മുതൽ നമുക്ക് 11 മണി വരെ, പക്ഷേ എല്ലാം ഇവിടെ നിന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഞാൻ വരാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഇത് മുഴുവനായി കാണാം, കാരണം ഇതിൻ്റെ കാര്യങ്ങൾ മൊത്തം വ്യക്തമാകാം. അടുത്ത പ്രോഗ്രാം ഇരിക്കുന്നത് നമ്മൾ ബഹ്റിനിൽ പ്രോഗ്രാം ഉണ്ട്. അത് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ആരെങ്കിലും ഈ ഇവൻ്റ് മാർക്കറ്റ് ചെയ്യാനായിട്ട്, കാരണം എനിക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ളൊന്നും ടൈമൊന്നും കിട്ടില്ല, വ്യക്തമായി നന്നായിട്ട് പഠിപ്പിച്ച് തരാനായിട്ടാണ് എന്നെക്കൊണ്ട് കഴിയുക. അതൊരു മോഡറേറ്റ് ഫീൽ അവിടെ വന്ന് ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു, അതുകൂടാതെ അതിൻ്റെ എക്സിക്യൂഷൻ പാർട്ട് അവിടെ വന്ന് തരുമ്പോഴത്തേക്കും. അതുപോലെ പിന്നെ മസ്കറ്റിൽ ഞാൻ സംസാരിക്കാനായിട്ട് വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ആളെ കണ്ടെത്താം, അവർക്ക് തന്നെ ഈവൻറ്റ് മാർക്കറ്റ് ചെയ്യാം. അത് അവിടുത്തെ നല്ലൊരു 5 സ്റ്റാർ ഹോട്ടലിൽ ക്രൗൺ പ്ലാസ ഈക്വലൻ്റ് ഒരു ഹോട്ടലിൽ വെച്ച് നടത്താനായിട്ട് നമുക്ക് ആലോചിക്കാം. അതുപോലെ തന്നെ ദുബൈയിൽ, അബുദാബിയിൽ, കുവൈറ്റിൽ, ഖത്തർ, ദോഹയിൽ ഇത്രയും സ്ഥലത്ത് വെച്ച്, അപ്പോൾ എല്ലാം കൂടെ 9 സ്ഥലത്തെ പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ മുകളിൽ പറഞ്ഞ 18 മണിക്കൂറും 12 മണിക്കൂറും തരുന്ന 2 കോഴ്സ് അത് നമുക്ക് വളരെ എളുപ്പമാണ്. ഇതിലൂടെ ചെയ്യുമ്പോഴത്തേക്കും മൊബൈലിൽ കൂടെ ചെയ്യുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് കേട്ടിട്ട് അത് ഇനി സമയം ഒത്തിരി കളഞ്ഞു പോകാതെ എത്രയും പെട്ടെന്ന് അത് ചെയ്യുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഇപ്പം തന്നെയല്ല ബിസിനസ് സ്ലോയിലാണെങ്കിൽ നല്ല രീതിയിൽ ഉയരാനായിട്ട് സഹായിക്കും. അതാണ് ബിസ് ബൂസ്റ്റിനകത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ബിസ് ബൂസ്റ്റിനകത്ത് ഞാൻ ഒത്തിരി സമയം കളയുന്നതിൽ ഓടിച്ചൊന്ന് പറയാം. ഇൻസഫിഷ്യൻറ്റ് ക്യാപിറ്റലാണ്, ഇല്ലെങ്കിൽ ഫണ്ടില്ല, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് എന്തെല്ലാം ചെയ്യണം. അപ്പോൾ ഇല്ലെങ്കിൽ ബിസിനസ്സിനകത്ത് ഒരുപാട് റിജക്ഷൻസ് വരുന്നു, വലിയ സെയിലുകൾ വരുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ സെയിലിൽ എങ്ങനെയാണ് പെട്ടെന്ന് കയറാനായിട്ട് പറ്റുന്നത്, റവന്യൂ ടു ലോ ആണ്, ക്യാഷ് ഫ്ലോ കൊണ്ടുവരാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അതുപോലെ ഇങ്ങനെ തുടങ്ങിയത് ഇന്നാഡിക്വേറ്റ് മാർക്കറ്റിംഗ് കൊണ്ടാണ്, ഓൺലൈൻ മാർക്കറ്റിംഗ് നന്നായിട്ട് പച്ച പിടിക്കുന്നില്ല, അതിനെന്ത് ചെയ്യണം. അതല്ലെങ്കിൽ ഇപ്പം ഞാൻ വരുമ്പോഴത്തേക്ക് ഒരു പിടി എക്സ്പേർട്സും എൻ്റെ പുറകിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ വർക്ക് ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് ഏൽപ്പിക്കാം, അത് അതിൽ കൂടെ ചെയ്ത് കിട്ടും. പൂവർ പ്രൊഡക്ടിവിറ്റിയാണ് നിങ്ങളുടെ ബിസിനസ്സിന്, സ്ഥാപനത്തിന് എങ്ങനെയാണ് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ആബ്സെൻറ്റിസം ഒരുപാട് പേര് വരുന്നില്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ പ്രൈസിങ്ങിൻ്റെ ഭാഗത്ത് പ്രോബ്ലം ഉണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് സ്കില്ലിൻ്റെ കുറവുണ്ട്, അതെങ്ങനെ മേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള ഇപ്പോൾ അതുപോലെ തന്നെ ലീഡ് തീരെ കുറവാണ്, റെഫറൻസ് തീരെയില്ല, ക്ലോസിങ് നടക്കുന്നില്ല. ക്ലോസിങ് ടെക്നിക്സ് ഞാൻ പഠിപ്പിക്കുമ്പോൾ തന്നെ 100ഓളം ക്ലോസിങ് ടെക്നിക്സ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുമെല്ലാം ഉൾപ്പെടും. അത് ഈ പ്രോഗ്രാമിനകത്തല്ല. ഞാൻ പറഞ്ഞു ഇത് 2 കാര്യത്തിനൊക്കെ ബിസിനസ് പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്യാനും രണ്ടാമതായിട്ട് പാസീവ് ഇൻകം ഉണ്ടാക്കാനും. ഇനി അതുപോലെ തന്നെ സെയിൽസ് പീപ്പിൾ ബിഗ് ഡീൽ ചെയ്യാനായിട്ട് പ്രാപ്തരല്ലെങ്കിൽ അവരെ എങ്ങനെ നമുക്ക് ബിഗ് ഡീലിലേക്ക് കടത്തിവിടാനായിട്ട് പറ്റും. പിന്നെ ന്യൂ കസ്റ്റമേഴ്സിനെ കിട്ടാതിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് എങ്ങനെയാണ് ന്യൂ കസ്റ്റമേഴ്സിനെ കിട്ടാനായിട്ട്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ശരിക്കും പ്രവർത്തിക്കുന്നില്ല, അവിടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എംപ്ലോയി വന്നിട്ട് പലരും നിർത്തിയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ട്, അപ്പോൾ പ്രത്യേകിച്ച് അത് എങ്ങനെ നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും പ്രൊഡക്റ്റിന് ബന്ധപ്പെട്ട്. പിന്നെ നമ്മുടെ വർക്കേഴ്സ് തന്നെ ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ പരിഹരിക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് എംപ്ലോയീസിൻ്റെ തന്നെ ഒരു നെഗറ്റീവ് അപ്രോച്ചാണ്, ഒരു മാറ്റങ്ങൾക്ക് ഒട്ടും അവർ തയ്യാറാകുന്നില്ല, ഇന്നോവേഷൻ സ്വീകരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ സ്കിൽഡ് ആൾക്കാരുടെ വളരെ കുറവ്, സ്കിൽ ആൾക്കാർ കുറവാണ്, നമുക്ക് അത് എന്ത് ചെയ്യാനായിട്ട് പറ്റും. ഇൻഎഫിഷ്യൻ്റ് ആൻഡ് എക്സസീവ് അൺസ്കിൽഡ് വർക്ക് ഫോഴ്സ് അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇന്നോവേഷൻ എങ്ങനെയാണ്, അപ്പോൾ ഈ ബിസിനസ് ഏജിങ് ആണെങ്കിൽ അതിനെങ്ങനെ നമുക്ക് പെട്ടെന്ന് നേരെയാക്കാനായിട്ട് പറ്റും. പിന്നെ ബിസിനസ്സിനെക്കുറിച്ച് ആവശ്യമായ ആൾക്കാർക്ക് പബ്ലിസിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ, ആൾക്കാരിലേക്ക് എത്തിച്ചേരുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. കോംപ്ലിക്കേറ്റഡ് ഗവൺമെൻറ് സിസ്റ്റം, പേപ്പർ വർക്കും സപ്പോർട്ടിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ നമ്മൾ തുടങ്ങിയ ഏതാണ്ട് നമ്മൾ 44 പ്രോബ്ലംസാണ് ഗുഡ് ഐഡിയാസിൻ്റെ കുറവ് കൊണ്ട് നമുക്ക് വരാം. അതല്ലെങ്കിൽ വയബിൾ സക്സസ് ഇല്ലാത്തതുകൊണ്ടോ, കുട്ടികൾ അതിനകത്ത് ശ്രദ്ധിക്കാത്തതുകൊണ്ടോ, ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടോ, ഇല്ലെങ്കിൽ മാരേജിനകത്ത് നമുക്ക് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടോ, കുടുംബപരമായിട്ടുള്ള ഇഷ്യൂസ്, ഇല്ലെങ്കിൽ ഡിസ്പ്യൂട്ട്, ഇതിനെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ലിറ്റിഗേഷൻ ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് പരിക്ക് പറ്റാത്ത ബിസിനസ് എങ്ങനെ കൊണ്ടുവരണം. പിന്നെ സ്ഥാപനത്തിനകത്ത് തന്നെ ഇൻഫൈറ്റിങ് വളരെ കൂടുതലാണ്, കോൺഫ്ലിക്റ്റ് ധാരാളമുണ്ട്. പിന്നെ അതല്ലെങ്കിൽ ഫ്രാഞ്ചൈസി പോലുള്ള കാര്യങ്ങളെടുത്ത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള എക്സ്പെർട്ട് വേണം. പിന്നെ കസ്റ്റമേഴ്സ് ഒരുപാട് പേര് ഓൾറെഡി തന്നെ അൺഹാപ്പിയാണ്, അവരെ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തുക. ടൂ മച്ച് കോമ്പറ്റീഷൻ കൊണ്ട് നമ്മൾ തകർന്നു പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും.
ഇങ്ങനെയുള്ള നമുക്ക് ഏറ്റവും അത്യാവശ്യപ്പെട്ട നല്ല റിസർച്ച് നടത്തിയിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന, അപ്പോൾ ഈ 44 മോഡ്യൂളിൽ ഇപ്പോൾ ലാക്ക് ഓഫ് ടൈം ഇതൊക്കെ ഈ പല പ്രശ്നവും 10ഉം 20ഉം പ്രശ്നം ചിലപ്പോൾ ഒരാളെ തന്നെ പിടിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിനെല്ലാത്തിനും കൂടെ എങ്ങനെ നമുക്കൊരു പരിഹാരം കിട്ടും. പിന്നെ ഭയങ്കരമായിട്ട് എക്സ്പെൻസ് വേസ്റ്റേജ് കൂടുതൽ, എക്സ്പെൻസ് വളരെ കൂടിപ്പോകുന്നു, ഔട്ട്സോഴ്സിങ് കറക്റ്റ് ആകുന്നില്ല, അതിനെന്താണ് സൊല്യൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇനി അപ്പോൾ എൻ്റെ കയ്യിൽ എന്താ സൊല്യൂഷൻ വെച്ചാൽ ഇതിനെക്കുറിച്ച് വളരെ ഡെപ്തിൽ പഠിച്ചിട്ട് വളരെ ബ്രീഫായിട്ട് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് തരുന്നു, പഠിപ്പിച്ച് തരുന്നു. അത് ഇതിനകത്തുണ്ടാവും. അതിനുശേഷം നിങ്ങളുമായിട്ട് നേരിട്ട് കാണുമ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നേരിട്ടും കൂടി ഒരു ഇംപ്ലിമെൻറ്റേഷൻ രീതി നിങ്ങൾക്ക് അവിടെ അപ്പം തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ പല മൈൻഡ് സെറ്റുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് അവരെ ഓരോ മൈൻഡ് സെറ്റിലായിട്ട് എങ്ങനെ മാറ്റാനായിട്ട് പറ്റും. നിങ്ങളുടെ പാർട്ട്നേഴ്സിനെ കൂടെ ചിലപ്പോൾ ഇതിനകത്ത് കൂട്ടിക്കഴിഞ്ഞ് ചിലപ്പോൾ വലിയ ഉപകാരപ്രദമാകും. പിന്നെ മൈൻഡ് പവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെക്നിക്സ് നമ്മൾ ഇതിനകത്ത് ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള ടെക്നിക്സും ബിസിനസ്സുമായിട്ട് വളരെ കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചില ബിസിനസ്സിൽ നിങ്ങൾക്ക് പരിചയം കാണും, പക്ഷേ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ പരിചയക്കുറവ്, അല്ലെങ്കിൽ കോൺഫിഡൻസ് കുറവ്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് തന്നെ ചിലപ്പോൾ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് തോന്നി തുടങ്ങുക, നമുക്ക് ഭയങ്കര ക്ഷീണം വരിക, പിന്നെ ഇൻസൈഡ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പ്രോബ്ലം വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ധാരാളമുണ്ട്. പിന്നെ ചിലപ്പോൾ ഗിൽറ്റും റിഗ്രറ്റും ഫിയറും ആങ്കറും സ്ട്രെസ്സും എല്ലാം കൂടെ ആരോഗ്യ പ്രശ്നങ്ങൾ തുടരെ ഉണ്ടാകുന്നു. അതുപോലെ കടം ഇല്ലെങ്കിൽ നമുക്ക് ലോസ്, ഇതെല്ലാം നമ്മളെ കയറി പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇല്ലേ എനർജി വളരെ പൂവർ എനർജിയാണ്. ഇങ്ങനെ വരുന്ന കാര്യങ്ങളെല്ലാം മിസ്സിങ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനെ പൊതുവേ ഒന്ന് നവീകരിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് മൊത്തം ഇതിനകത്ത്. നിങ്ങൾക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള വിഷൻ ഉണ്ടാക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ലൊക്കേഷൻ ശരിയല്ലാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഇന്നാഡിക്വേറ്റ് ടെക്നോളജി നമ്മളെ ഇതുകൊണ്ടായിരിക്കാം. ഈ കാര്യത്തിലെല്ലാം നമുക്കൊരു പരിഹാരം കിട്ടുമെന്ന് വിചാരിക്കാം. ഇതുകൂടാതെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്, ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവനും ഈ മെത്തേഡെല്ലാം നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെയാണ് പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്യുക, ഇൻകം ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊരിതാണ് എനിക്ക് പറയാനായിട്ട് പറ്റുന്നത്, നിങ്ങൾക്ക് ഈ ഇൻകം തുടങ്ങി ബിസിനസ് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് വേറൊരു ബിസിനസ് കൂടെ നമ്മൾ കുറച്ച് ഒരു കമ്പനി സെറ്റപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ നേരിട്ടല്ലാതെ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ബിസിനസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് കേരളത്തിൽ കിട്ടുന്നത് ഈ റിസോർട്ടുകളും ഹോട്ടൽസും ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി, അത് ബ്രാൻഡ് ചെയ്യുക, നമ്മുടേതല്ല, നമ്മൾ ഗ്ലോബൽ ബ്രാൻഡുകളെ കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ നമുക്കൊരു 8,000-10,000 രൂപ റൂം കിട്ടുമ്പം നമുക്ക് ബ്രാൻഡഡ് റിസോർട്ടാണെങ്കിൽ നമുക്കൊരു 10,000-20,000 രൂപയ്ക്ക് മുകളിൽ ഒരു കോട്ടേജിന് നമുക്ക് വിൽക്കാൻ പറ്റും. അങ്ങനെ കോട്ടേജ് ആക്കി മാറ്റാവുന്ന, അപ്പോൾ നമുക്ക് മാത്രം പറ്റൂല, നമുക്കതിന് ചിലപ്പോൾ പിന്നെ വളരെ നിയന്ത്രണത്തിൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയോട് കൂടി ഒരു 60 പേരോ 80 പേരോ 100 പേരോ ഒക്കെ ചേർന്നുകൊണ്ട് ചെയ്യുവാണ്, കൃത്യമായ ഇതോടുകൂടി ചേരുവാണെങ്കിൽ നമുക്ക് അത് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ്, നമ്മുടെ ക്യാപിറ്റലും പ്രൊഫഷണൽ മാനേജ്മെൻറ്റും നമുക്ക് ഇക്വിറ്റിയാണ് അതിനകത്ത്. അപ്പോൾ ഓരോ പ്രാവശ്യം അതിനകത്ത് കുറവുള്ളത് നമുക്ക് കൃത്യമായിട്ട് ബോർഡിനെ വിളിച്ച് ധരിപ്പിച്ച് അത് നമ്മൾ ശരിയാക്കി കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഹോട്ടൽ ആൻഡ് റിസോർട്ട് ഇങ്ങനെയുള്ള ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ നല്ല ലാഭത്തിൽ നമുക്ക് ചെയ്യാൻ, അതൊരു നല്ല രീതി ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഏൽപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10-50 വർഷത്തേക്ക് റെഗുലറായിട്ട് ഇൻകം കിട്ടുന്നതായിരിക്കും. അങ്ങനെയുള്ള, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റിംഗ് ഇൻ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊച്ചിയിൽ നിങ്ങൾക്ക് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് എടുക്കാം, 30 ലക്ഷം-40 ലക്ഷം രൂപയ്ക്കകത്ത് നമുക്ക് സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് എടുക്കാം, ഒരു 500-600 സ്ക്വയർ ഫീറ്റിനകത്ത് നിൽക്കുന്നത്. അതിന് നമുക്ക് സിറ്റിക്കകത്താണ് 10, 150, 200 സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അതിന് നമ്മൾ ഡെയിലി റെൻറ്റിന് ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉള്ള അപ്പാർട്ട്മെൻറ്റ് എടുക്കുകയല്ല, ഇത് നമ്മൾ ഡെയിലി റെൻറ്റിന് വേണ്ടി മാത്രമാണ് ആ കെട്ടിടം തന്നെ. അതിനോടുകൂടി അവർക്ക് ഫുഡ് കൊടുക്കാനും ബാക്കി കാറ്ററിങ്ങും എല്ലാം അതിൻ്റെ കൂടെ തന്നെ, എന്നിട്ട് പ്രൊഫഷണൽ മാനേജ്മെൻറ്റിനെ കൊണ്ട് നമ്മൾ ഏൽപ്പിക്കുകയാണെങ്കിൽ, അങ്ങനത്തെ ഒരു റൂം നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഡെയിലി 5,000 റുപ്പീസൊക്കെ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്നത് നമ്മൾ ഒരു മാസം ആകുമ്പോഴത്തേക്ക് 1.5 ലക്ഷം രൂപയായി. അതിന് ചിലവ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റെഗുലറായിട്ട് ഇൻകം വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കപ്പോൾ ഒരാൾക്ക് പറ്റത്തില്ല. നമുക്ക് 150 റൂം ഉണ്ടെങ്കിൽ നമുക്ക് കണ്ണായ സ്ഥലത്ത് ചെയ്യുന്നത് വൈബിളാക്കാൻ പറ്റുള്ളൂ. ഇവരെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്, ഇവരെ കൊണ്ട് എങ്ങനെ ചെയ്യിക്കാം. എൻ്റെ ജോലി എല്ലാ ദിവസവും ക്ലാസ് എടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ തുടക്കം മുതൽ പിന്നെ ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് 2-3 വർഷം കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെതായ രീതിയിൽ ഓടിക്കോളും. നമുക്ക് അതിനകത്ത് യാതൊരു, പിന്നെ നമുക്ക് വോട്ടിങ്ങും മാനേജ്മെൻറ്റ് ആര് വരണം, നന്നായിട്ട് വരുന്നുണ്ട്, പ്രൊഫഷണൽ മാനേജേഴ്സിനെ സെലക്ട് ചെയ്യാനും, അതും അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾക്ക് അത് ഏൽപ്പിച്ച് കൊടുക്കാം, അതും അല്ലെങ്കിൽ നമുക്ക് ഡെയിലി റെൻറ്റിന് കൊടുക്കാവുന്ന രീതിയിൽ നമുക്ക് 2 BHK അപ്പാർട്ട്മെൻറ്റ്സ് കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം ഇങ്ങനെയുള്ളിടത്തൊക്കെ നമുക്ക് സിറ്റികളിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ, കല്യാണ പാർട്ടിയൊക്കെ നിത്യം ഹോസ്പിറ്റലിൽ വരുന്നവർ, രോഗങ്ങൾ കൊണ്ടുവരുന്നവരൊക്കെ ആയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വലിയ സാധ്യതയുണ്ട് ആ ഒരു ബിസിനസ്സിനകത്ത്. പിന്നെ അതുപോലെ തന്നെ ടൗൺഷിപ്പ് ഡെവലപ്മെൻറ്റ്, നിങ്ങളതിനകത്ത് ആക്റ്റീവ് ഇൻവെസ്റ്ററായിട്ട് തന്നെ, നിങ്ങൾ പണിയെടുക്കാൻ വരേണ്ട കാര്യമില്ല,
പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് നടത്തിക്കൊണ്ട് തന്നെ വലിയ തോതിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്കതിനകത്ത് ഒറ്റയ്ക്ക് പോയി ചെയ്താലും നമുക്കതിനകത്തൊന്നും നേടാനായിട്ട് വലിയ പാടാണ്, സ്ട്രെസ്സ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ആൾക്കാരെ ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസിനെ വെച്ചുകൊണ്ടാണ് ഞാൻ പല ടൗൺഷിപ്പ്, ഇപ്പോൾ തന്നെ നമ്മൾ കോഴിക്കോട് ഒരു വലിയ ടൗൺഷിപ്പ് 18 ഏക്കറിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു 5 സ്റ്റാർ ഹോട്ടൽ, പിന്നെ 300ഓളം പിന്നെ അപ്പാർട്ട്മെൻറ്റ്സ്, 120ഓളം വില്ലാസ് എല്ലാം വരുന്നൊരു വലിയ ഏരിയ. അത് അതിനകത്ത് വേറെ പുറത്തുനിന്ന് ആർക്കും കൊടുത്തിട്ടില്ല, ഒൺലി ഫോർ മൈ സ്റ്റുഡൻസ്. അവരും ഞാനും കൂടെ ഒന്നായി ആ ഒരു കമ്പനി ഫോം ചെയ്തിട്ട് അതിൻ്റെ എല്ലാ ലാഭം, 1 രൂപ ലാഭം കിട്ടിയാൽ പോലും അതെല്ലാവർക്കും കിട്ടുന്നത്. ഇപ്പം തന്നെ വളരെ ലാഭത്തിലായിട്ടുണ്ട്, നല്ല ലാഭത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ പലതും സ്റ്റുഡൻസുമായിട്ട് ചേർന്ന് ചെയ്യുക. ഞാൻ ചെയ്തിട്ട് ഞാനൊരു ആന്ത്രപ്രണർ അല്ല, സ്റ്റുഡൻസുമായിട്ട് ചേർന്നിട്ടാണത് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനത് വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് വിശദീകരിക്കാൻ ഞാൻ ഇതിനകത്ത് വീഡിയോസിനകത്ത് വ്യക്തമായിട്ട് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക്, ലോകം മുഴുവനും പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കുണ്ട്. കേരള ഗവൺമെൻറ് ഇപ്പോഴാണ് ഇത് കൊണ്ടുവന്നത്. ചെറിയ തോതിൽ തുടങ്ങരുത്, വളരെ വലുതായിട്ട് നമുക്ക് ചെയ്യുവാണെങ്കിൽ അപ്പോൾ അതിനകത്ത് കൊണ്ടുവരുന്ന 100 കണക്കിന് കമ്പനികളും അതിൽ നമുക്ക് റെഗുലറായിട്ട് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡുണ്ട്. ഞാനത് വളരെ വിശദമായിട്ട് ഞാൻ പറയാം. പിന്നെ ഞാനത് ചെയ്തേക്കുന്ന മറ്റൊരു കാര്യം, കാർഷിക മേഖലയിലാണ് ഇപ്പോൾ സാൻഡൽവുഡ് കൾട്ടിവേഷൻ. അത് ഗവൺമെൻറ് സബ്സിഡി ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ സപ്പോർട്ടാണ്. ആധാരമുള്ള ഏത് ഭൂമിയിലും നമുക്ക് കൃഷി ചെയ്യാം. അപ്പോൾ ഒരു ചെടി ഏതാണ്ട് 12 വർഷം കൊണ്ട് 10 ലക്ഷം രൂപ കിട്ടുന്ന രീതിയിലാവും. 1 ഏക്കറിനകത്ത് അത് ഏതാണ്ട് 400 ചെടികൾ വരെ കൃഷി ചെയ്യാം. നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ 10 കോടി രൂപയ്ക്ക് മുകളിലാണ് ഒരു ഏക്കറിൽ നിന്ന് കിട്ടുന്ന ഈൽഡ്. പക്ഷേ അതിനനുസരിച്ച് നമ്മളത് പരിചരണവും കാത്തുരക്ഷിക്കാനോ അവിടെ നോക്കിയിരിക്കാനായിട്ടും നമുക്ക് സെക്യൂരിറ്റി ഗാർഡിനെയൊക്കെ ഇട്ട് പട്ടിയൊക്കെ ഇട്ട് ഇങ്ങനെ നമ്മൾ 10-15 അടി ഉയരത്തിൽ നമ്മൾ മിലിറ്ററി ചെയ്യുന്ന പോലെ ഫെൻസിങ് ഒക്കെ ചെയ്ത്, അപ്പോൾ ഒത്തിരി പേർക്ക് ഒന്നിച്ച് അത് വാങ്ങിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ ഓൾറെഡി തന്നെ ഒരുപാട് പേര് അതിൽ താല്പര്യപ്പെട്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് നോക്കിയിട്ട് അതിനകത്ത് വരാനായിട്ട്, അപ്പോൾ നിങ്ങൾ തന്നെ ആയിരിക്കും ഇത് മാനേജ് ചെയ്യുന്നത്, നടത്തുന്നതല്ല. സുശക്തമായൊരു കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിനുള്ള സെറ്റപ്പ് ആയിരിക്കും ഞാൻ തരുന്നത്. ഇതുമാതിരി ഒരുപാട് ബിസിനസ്സുകളുണ്ട്, ഞാൻ ഓരോന്നും എക്സാമ്പിൾ പറയുന്നില്ല. അപ്പോൾ ഏതാണ്ട് 24 ബിസിനസ്സാണ് ഞാൻ ഇതിനകത്ത്. ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നല്ലൊരു കെട്ടുറപ്പോട് കൂടി ആക്കി നിങ്ങൾ തന്നെ ആയിരിക്കും ഇതിൻ്റെ ഇക്വിറ്റി ഉടമസ്ഥർ. ഞാനൊരു ഗൈഡ്, ഫ്രണ്ട് ആൻഡ് ഫിലോസഫറിനെ പോലെ നിങ്ങളെ ഗൈഡ് ചെയ്യാനുള്ള ആളായിരിക്കും. ഈ മെത്തേഡ് പഠിപ്പിച്ചു തരാം. നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ US ഇങ്ങനെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ നടക്കുന്നുണ്ട്, യൂറോപ്യൻ യൂണിയനിൽ ഒക്കെ നടക്കുന്നുണ്ട്. വലിയ ഹോട്ടൽസ് എല്ലാം വരുന്നത് 100 കണക്കിന് ആൾക്കാരുടെ പാർട്ടിസിപ്പേഷനോട് കൂടിയാണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവരുന്ന കാര്യം നമ്മൾ തന്നെ തുടങ്ങാനായിട്ടോ നമ്മൾ തന്നെ ഷെഫിനെ എടുക്കുന്നൊന്നും ചെയ്യരുത്. ഗ്ലോബൽ ബ്രാൻഡുകളുമായിട്ട് ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ തന്നെ പല ബ്രാൻഡുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഹിൽട്ടൺ പോലുള്ള ബ്രാൻഡുകളുമായിട്ട് ഓൾറെഡി തന്നെ സംസാരിച്ചിട്ടുണ്ട്, പല ബ്രാൻഡുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഇതിന് വേണ്ടിയിട്ട് പറ്റിയ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് ഈ ഒരു ബിസിനസ്സിനാണ്. ഇനിയിപ്പോൾ കേരളത്തിലെ കുട്ടികളെല്ലാം പെറുക്കി കെട്ടി പോയാലും ശരി, ഈ ബിസിനസ് നമുക്ക് വീണ്ടും മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ബാക്കി പറയുന്നത് പറഞ്ഞാൽ നമുക്കൊരു 65 വയസ്സിൽ തുടങ്ങിയാൽ 75 വയസ്സ് വരെ നമ്മൾ സുഖമായിട്ട് കുറച്ച് ഇൻഡിപെൻഡൻസിയോട് കൂടി പോകും. പക്ഷേ 99 വയസ്സ് വരെ നമുക്ക് ആരുടെ സഹായവും ആവശ്യമില്ലാതെ ഫുൾ ഡോക്ടർ കെയർ, നഴ്സിംഗ് കെയർ, ബാക്കി എല്ലാ സൗകര്യത്തിലും ഭയങ്കര ലാവിഷായിട്ട് ജീവിക്കാൻ പറ്റുന്ന, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബെഡ് റിഡൻ ആണെങ്കിൽ പോലും നമുക്ക് പൂർണ്ണമായിട്ടും കെയർ കിട്ടുന്ന, അതല്ല നമ്മൾ വയസ്സായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറേ ബിസിനസ്സുകാരുടെ, അതുകൂട്ട് ഞാൻ കുറച്ചേ പറഞ്ഞോളൂ, 1000 കണക്കിന് ബിസിനസ്സുകൾ നന്നായിട്ട് ചെയ്തിട്ട് നഷ്ടപ്പെട്ടു പോയവരുണ്ട്. കണക്കുകൾ കാണിക്കുന്ന, ലോകത്തിൽ പല സ്ഥലത്തുള്ള പഠനങ്ങൾ കാണിക്കുന്നത് 100 കോടീശ്വരന്മാരെ എടുത്തു കഴിഞ്ഞാൽ ഈ 85-90 വയസ്സിലേക്കൊക്കെ പണം സർവൈവ് ചെയ്ത് പോകുന്ന ആൾക്കാർ 20% ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ 100-ൽ 80 പേര് ബിസിനസ് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ബിസിനസ് അത് റിസ്ക് ഉണ്ട്, ഐ ഡു എഗ്രി. പക്ഷേ നമ്മളിപ്പോൾ ചെയ്യുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിസിനസ്സുകൾ ഭയങ്കര കെട്ടുറപ്പോട് കൂടിയാണ്. കാരണം അസറ്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അസറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നടത്തിപ്പിനകത്ത് വലിയ പ്രശ്നം വരുന്നില്ല. അപ്പം ഏറ്റവും സുശക്തമായിട്ട് എങ്ങനെ ബിസിനസ് നടത്താം എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് ഓരോന്ന് മോഡുകളിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിതിൻ്റെ ഈ കോസ്റ്റും എല്ലാം നിങ്ങൾക്ക് ഇതിനകത്തൊരു വാട്സപ്പ് ചെയ്താൽ മതി. വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ആ കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിച്ചു തുടങ്ങാം. പഠിച്ചതിന് ശേഷമാണ് നിങ്ങൾ, അതുപോലെ ഞാൻ മുംബൈയിൽ വരുന്നുണ്ട്, ബാംഗ്ലൂർ വരുന്നുണ്ട്, ചെന്നൈയിൽ വരുന്നുണ്ട്, ഡൽഹിയിൽ വരുന്നുണ്ട്. അപ്പം അവിടെയൊക്കെ നമുക്ക് സംസാരിക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ഈ ഒരു പഠനത്തിന് ശേഷം ഇതെങ്ങനെ നടപ്പിലാക്കണം,
ഈ കേരളത്തിൽ വലിയ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് 10-14 ബില്യണേഴ്സ് ഉണ്ടായിട്ടുണ്ടല്ലോ. ഇറ്റ്സ് പോസിബിൾ. നമ്മൾ ഒറ്റയ്ക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ, ഒറ്റയ്ക്ക് ഇവിടെ ഒരു കെട്ടിടം വെക്കാൻ നോക്കുകയോ ഒരു ഹോട്ടൽ നടത്താൻ നോക്കുകയോ ഒരു കല്യാണ മണ്ഡപം നടത്താൻ നോക്കുകയൊക്കെ ചെയ്യണം. കുറച്ച് നല്ല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, ഒരു സമൂഹം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല. ഇപ്പം തന്നെ കോഴിക്കോട്ടെ പ്രോജക്റ്റിനകത്ത് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഉണ്ട്. CPM ഉണ്ട്, BJP ഉണ്ട്, കോൺഗ്രസും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ തന്നെയല്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രയാസവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാനും വളരെ സന്തുഷ്ടനായിട്ടാണ് പോകുന്നത്. പിന്നെ ഇത് നമുക്ക് എക്കാലം നിലനിർത്തി പോകാനായിട്ട് ചില ട്രസ്റ്റിൻ്റെയൊക്കെ ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും മെമ്പർഷിപ്പ് ഉള്ള ചില ട്രസ്റ്റിൻ്റെ, പിന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി, വാഹന ഫെസിലിറ്റി ഒക്കെ കുറേ സംഭവങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഞാനതെല്ലാം നേരിൽ കാണുമ്പം പറയാം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, 18 മണിക്കൂറിൻ്റെ ബിസ് ബൂസ്റ്റും അത് നിങ്ങളുടെ ബിസിനസ്സിനകത്ത് എല്ലാം പെട്ടെന്ന് ചലനങ്ങളുണ്ടാക്കും. അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതി വെച്ചോളൂ. ചോദിക്കുമ്പോൾ 18 മണിക്കൂർ നിങ്ങൾ പലപ്പോഴായിട്ട് ഒരു ദിവസം 2 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ ആയിരിക്കും. അങ്ങനെ അറ്റൻഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എല്ലാം എഴുതി വെച്ചു. അതേപോലെ തന്നെ നിങ്ങൾക്ക് 12 മണിക്കൂറിൻ്റെ നമുക്ക് വാക്യമുണ്ട്, പാസീവ് ഇൻകം. അപ്പോൾ അതുകൂടെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ 99 വയസ്സ് വരെ സുശക്തമായി ഏതൊക്കെ കാര്യങ്ങളും ചെയ്താൽ നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകും. നിങ്ങൾ പഠിച്ചിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് പേരെ അഡ്വൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് വെച്ചിട്ട് നിങ്ങളുടെ ഒരുപാട് പേരെ നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യാനായിട്ട് പറ്റും. അത് ലോകത്തിലൊരു പുണ്യമാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഞാനിങ്ങനെ ഒരു വെഞ്ചർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നാളെ എൻ്റെ ശിഷ്യരായിട്ട് 10,000-കണക്കിന് ആൾക്കാർ അവരുടെ ഓൾഡ് ഏജിൽ പോലും സന്തുഷ്ടമായിട്ട് അത്യാവശ്യം ലോകം മുഴുവൻ കറങ്ങി എല്ലാ മെഡിക്കൽ ഫെസിലിറ്റിയൊക്കെ എടുത്തുകൊണ്ട് ജീവിക്കുന്നത്, അതാണ് എൻ്റെ ഏറ്റവും വലിയ, അവരുടെ വിജയമാണ് എൻ്റെ ഏറ്റവും വലിയ. ഇപ്പോൾ എനിക്ക് 100 കണക്കിന് ബിസിനസ്സുകളുണ്ട്. എൻ്റെ കൂടെ കഴിഞ്ഞ ഒരു 10-12 വർഷം മുമ്പ് ബിസിനസ് പഠിക്കാനായിട്ട് വന്നിട്ട് 100 crores അച്ചീവ് ചെയ്ത ഒരുപാടെണ്ണമുണ്ട്. ഇപ്പോൾ സാമ്പത്തിക മേഖല ആയതുകൊണ്ട് എല്ലാവർക്കും അവർ ഇതിനകത്ത് പരസ്യത്തിലൊന്നും വരുന്നതോ ഫീഡ്ബാക്ക് പറയുന്നതോ ഇഷ്ടമല്ല. പക്ഷേ വ്യക്തിപരമായിട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പല ആൾക്കാരെയും ആ ലൊക്കേഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ നിന്ന് അവരുമായിട്ട് സംസാരിക്കാനായിട്ട് ദേ ആർ ഓൾസോ വെരി ഹാപ്പി. അവർക്കൊക്കെ ഇതുമായിട്ട് വളരെ ബന്ധപ്പെട്ട് പോകാനായിട്ട് വലിയ താല്പര്യമുണ്ട്. അവരുടെ സപ്പോർട്ടുണ്ട്. അപ്പോൾ മിസ്റ്റേക്കുകളൊക്കെ വരുന്ന സമയത്ത് ഞാനുമായിട്ട്, അപ്പം നേരത്തെ പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കും ഈ ഒരു പ്രോഗ്രാമിനകത്ത് ഇതിനകത്ത് ഗൈഡൻസ് എടുത്തുകൊണ്ട് ഇതിനകത്തുനിന്ന് ആർക്കും പ്രോഫിറ്റ് എടുക്കാനുള്ള സൗകര്യം ഞാൻ കൊടുക്കില്ല. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 1 രൂപ ലാഭം കിട്ടിയാൽ പോലും അത് മൊത്തം ആൾക്കാർക്കായിരിക്കണം. അതിന് ആ രീതിയിലാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ആന്ത്രപ്രനേഴ്സ് എന്നാൽ ഞാൻ ഫെസിലിറ്റി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഫെസിലിറ്റി വേണ്ട. എത്ര ഏക്കർ സ്ഥലമുണ്ട് അത് തരാം, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. നോ, നമുക്ക് വേണ്ടത് എല്ലാവരും കൂടിക്കൊണ്ടുള്ള ഒരു പ്രസ്ഥാനമായിരിക്കണം. അത് യാതൊരു വിധത്തിലും എനിക്ക് എൻ്റേതായ ഫോർമുലയിൽ, ഞാനൊരു ലീഗൽ എക്സ്പെർട്ടാണ്, അഡ്വക്കേറ്റാണ്. അപ്പം ഞങ്ങൾക്ക് ആ രീതിയിൽ ഇതിനെ അഡ്വൈസ് ചെയ്ത് ഒരു വിധത്തിലും അഴിവില്ലാത്ത ഒരു പ്രത്യേക രീതിയിലാണ് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുന്നത്. ആ കാര്യമൊക്കെ ഞാനുമായിട്ട് നേരിട്ട് കാണുമെന്ന് സംസാരിക്കാം. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി യു എൻജോയ് ഈ പറഞ്ഞ 18 മണിക്കൂറും 12 മണിക്കൂറും തരുന്ന ഈ 2 പ്രോഗ്രാം. അതിനുശേഷം ചെയ്യാവുന്നത്, നിങ്ങൾക്ക് എവിടെയാണോ സ്ഥലം അവിടെ ഇതൊന്ന് മാർക്കറ്റ് ചെയ്യാനായിട്ട് ആളെ തരിക. ഞാൻ നേരിട്ട് വരും, അവിടെ നമുക്ക് സംസാരിക്കാം. എല്ലാവരുമായിട്ട് കാണുകയും സംസാരിക്കുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം വൈകിട്ട് 7 മണി മുതൽ രാത്രി 11 മണി വരെ, ബാക്കി ഞാൻ വരുന്ന സമയവും അതിന് ശേഷമുള്ള സമയം, ഞാൻ സ്ഥലം വിടുന്നതിനകത്ത സമയമൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം, ഇന്ന് വരെ ചിന്തിക്കാത്തൊരു മാറ്റം. നിങ്ങൾ ഒരുപക്ഷെ എൻ്റെ ക്ലാസ്സിൽ വന്നിട്ട് പറയാനായിട്ട് പോകുന്നത് ഇങ്ങനെ ഇത്രയും വലിയൊരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നായിരിക്കും നിങ്ങൾ പറയാൻ പോകുന്നത്. എന്നാലും നിങ്ങളുടെ വിജയം എനിക്കൊരു വലിയ അവാർഡായിട്ട് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. സന്തോഷമാണ്. ഓൾ ദി ബെസ്റ്റ്.